ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട CD 110 വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, അതേപോലെ ബ്രേക്ക് ചെക്കപ്പ്, ഹെഡ്ലൈറ്റ് ബൾബ് വേണ്ട. ഹെഡ്ലൈറ്റ് ബൾബിന് സെപ്പറേറ്റ് ഒരു എക്സ്ട്രാ സ്വിച്ച് പറഞ്ഞ് പിടിപ്പിക്കുന്ന ദിവസം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടിച്ചു നോക്കിയതിന് ശേഷം വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനറൊക്കെ കിടക്കണേ. ഹോണ്ടയുടെ കമ്പനി ലൈനറാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. കുറച്ച് ലൈനർ ഒരഞ്ഞിട്ടുള്ള പൊടി എൻ്റെ ഹബിനകത്തൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട്, അതൊക്കെ നമ്മൾ കൂട്ടത്തേക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് പോകും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, അതേപോലെ തന്നെ ഫിൽട്ടർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ വന്നുണ്ട് കേട്ടോ. എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ ഓയിൽ ഫിൽട്ടർ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാലാണ്. എയർ ഫിൽട്ടർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കുന്നത്, നമുക്ക് തുടച്ച് ക്ലീൻ ആക്കാവുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, കൂട്ടത്തിൽ നമുക്ക് ഈ ഓയിൽ ഫിൽറ്ററും കൂടി കൂട്ടത്തിൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓയിലും ഓയിൽ ഫിൽറ്ററും നമ്മൾ മാറ്റുന്നുണ്ട്. ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട്. ബാറ്ററി ഇതിന് ഇരിക്കുന്നത് 2023 തോന്നുന്നു കാഴ്ചയിൽ. നമുക്കതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് നമുക്ക്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ, നമുക്ക് ഈ ബാക്കിലത്തെ ബ്രേക്കുമേന്ന് ഫ്രണ്ട് വീലുമേക്ക് ഒരു കണക്ഷൻ പോരുന്നുണ്ട്, ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ. ആ കേബിൾ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ ഔട്ടർ വലിഞ്ഞ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ബ്രേക്കായി ഫുൾ ലോഡായ രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമുക്കൊരു സ്മൂത്ത്നെസ് കിട്ടാത്തതിൻ്റെ ഒരു റീസൺ അതാണ് മെയിനായിട്ട്. നമുക്ക് ആ കേബിൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി കൂട്ടത്തിൽ മാറ്റിയിടണം, കാരണം എന്നാലാണ് നമുക്ക് ആ ബ്രേക്ക് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബൈ ചാൻസ് ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് തൽക്കാലം അത് ലൂസാക്കി ഇടാം, ചെറുതായിട്ട് അതിൻ്റെ ആ ടൈറ്റ്നെസ് കുറച്ചിടാം. അതിന് ശേഷം ഓർഡർ ചെയ്ത് അടുത്ത സർവീസിൽ വരുമ്പോൾ നമുക്കത് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ കൂട്ടത്തിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. പ്ലഗ് നല്ല പ്ലഗ്ഗാണ്, ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിന്റ് പോയിട്ടുണ്ട്, ബൾബ് സെപ്പറേറ്റ് ഒരു സ്വിച്ച് കൊടുത്തിട്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഫുൾ ടൈം ലൈൻ തെളിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹെഡ്ലൈറ്റ് ഈ പറഞ്ഞ രീതിയിൽ ബൾബിൻ്റെ ലൈഫ് കുറയും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഓഫ് ചെയ്തിടാവുന്ന രീതിയിൽ സെപ്പറേറ്റ് എക്സ്ട്രാ സ്വിച്ച് ഓർണസ് കൊടുത്ത് നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടി ഇപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കാനായിട്ട് എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് നടത്താതെ നോക്കുന്ന സമയത്തൊക്കെ ചില സമയങ്ങളിൽ സെൽഫ് അടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അത് ഈ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് ഞാൻ കോൺടാക്ട് ക്ലീനർ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടാം അതിൻ്റെ ഉള്ളിലിട്ടാണ്. പക്ഷേ അങ്ങനെ കംപ്ലൈൻറ്റ് കാണിച്ച് നമുക്ക് ഇടയ്ക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട് സാധാരണ. അപ്പോൾ തൽക്കാലം ഞാൻ കോൺടാക്ട് ക്ലീനർ കൊടുത്തിട്ടേക്കാം. കൂടുതൽ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിലൊക്കെ അതൊന്ന് മാറ്റുന്ന കേസ് പരിഗണിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ഒന്ന് നമുക്ക് ആ ബ്രേക്കിൻ്റെ കേബിളാണ്. ഞാൻ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതുകൂടി കൂട്ടത്തേക്കിട്ട് നമുക്കത് മാറ്റി റെഡിയാക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി സ്പെഷ്യൽ ഓർഡറിലേക്ക് നമുക്ക് അയക്കാം. പിന്നെ അത് കൂടാണ്ട് നമുക്കുള്ളത് എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാം, എഞ്ചിൻ ഓയിൽ മാറ്റാം, ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാം, അതാണ് മെയിനായിട്ടൊക്കെ ഉള്ളത്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് മാറ്റാം, സെപ്പറേറ്റ് ഒരു സ്വിച്ച് പിടിപ്പിക്കുക, ഈ കേസുകളൊക്കെയാണ്, ഈ വർക്കുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ട് തരണം. എന്തെങ്കിലും വർക്ക് ഒരു 5:30-6 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്കും ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.